സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ചോറ്റാനിക്കരമേ ശരണം. ശ്രീ മഹാദേവ ശരണം. ശ്രീ മഹാഗണപതേ ശരണം. ഹര ഹരോ ഹര ഹര. സ്വാമിയേ ശരണമയ്യപ്പ. അഖിലാണ്ടേശ്വര്यै നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്यै നമഃ. ദം ദക്ഷിണാമൂർത്തയേ നമഃ. ഗും ഗുരുഭ്യോ നമഃ. വം വേദവ്യാസായ നമഃ. ശ്രീ ഗുരുവായൂരപ്പ പ്രസീദ പ്രസീദ. പ്രാർത്ഥന. സംസാരസാഗരേ മഗ്നം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാദ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ഒരുമിച്ച് ചെല്ലാം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ദേവദേവ ജഗന്നാഥ ഗോവിന്ദ പുരുഷോത്തമ ദേവ കഥാമയീം ഭാഗവതാഭിധാന ഹരേതനുസ്തേ സരിതൈ സ്മരീയൈ യഥാ മനിസ്ത്വത്പരിതോഷണാസ്തൗമി പ്രസീദാച്യുതമാരുതേശ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാദ് രക്ഷ രക്ഷ ജനാർദ്ദന. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ധ്യാന ശ്ലോകങ്ങൾ. ഭഗവത ധ്യാനം, അത് കഴിഞ്ഞിട്ട് ധ്യാന ശ്ലോകം. രാധേശ്യാം പാദൗ തു പ്രഥമസ്കന്ധഃ ദ്വിതീയോ ജാനുനി സ്മൃതൗ തൃതീയ ശക്തിവിജ്ഞേയ ചതുർത്ഥ കടിരുച്യത്തെ. നാഭിം തു പഞ്ചമം വിദ്യാത് ഹൃദയം ഷഷ്ട ഈരിതഃ. സപ്തമസ്തു ഉരഃ പ്രോക്ത അഷ്ടമ കണ്ഠ ഉച്യത്തെ. സ്കന്ധൗ തു നവമസ്കന്ധ ദശമം മുഖമീരിതം. കർണാക്ഷിനാസികായുക്തം സർവാർത്ഥ പരിപൂരിതം. ഏകാദശസ്തോത്തമാംഗം ദ്വാദശോ ബ്രഹ്മരന്ത്രകം. ഏവം ഭാഗവതം ശാസ്ത്രം വിഷ്ണുമൂർത്തി പ്രകീർത്തിതം. ഏകാദശം കിരീടം ച ദ്വാദശോ വർഷ ഈരിതഃ. ഏവം ഭാഗവതം ശാസ്ത്രം കൃഷ്ണരൂപമിതി സ്മൃതം. രാധേശ്യാം. രാധേശ്യാം. ജയശ്രീ ചേച്ചി, ഇതാണ് പഠതുവിന്റെ പാരായണം. രാധേശ്യാം. രാധേശ്യാം. ധ്യാന ശ്ലോകങ്ങൾ. രാധേശ്യാം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചേഷു അഭിജ്ഞ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ആംനാസ്വേന ധർമ്മപ്രോച്ചിത കൈതവോ പരമോ മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേഹി ഈശ്വര സദ്യോ ഹൃദ്യവരുധ്യതേ അപ്രകൃതിവിഹി ശുശ്രൂഷുഭിസ്തക്ഷണാത്
നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം ആലയം സുരഹോരസികാഹ ഭുവി ഭാവുകാഹ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി യസ്വാനുഭാവമഖിലം സ്തുതിതാരമേകം അധ്യാത്മദീപമതിതിർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം സം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്വന്വന്തി ദിവ്യൈ തവൈർ വേദൈ സാംഗപദക്രമോപനിഷദേർ ഗായന്തിയം സാമഗാഃ ധ്യാനാവസ്ഥിതഗദേന മനസാ പശ്യന്തിയം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ ഭൂതേർമഹദ്ഭിർയ ഇമാ പുരോ വിഭുർനിർമ്മായ തേതേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. രാധേശ്യാം. രാധേശ്യാം. ചേട്ടാ പറഞ്ഞൊന്നും വെറുതെ ആയിട്ടില്ല, അർത്ഥം മനസ്സിലാക്കി ചെല്ലിയുണ്ട്. ഞാൻ തന്നെ മുമ്പിലേക്ക് പോട്ടെ. ഇനിയുള്ളതും ലീലാകഥാനന്ദ നിമഗ്നം മാർഗദർശകം നമസ്കരോമ്യഹം നിത്യം കേശവം സദ്ഗുരു ഗുരുഭ്യോ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി പഠനത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപ് ഭാഗവത മാഹാത്മ്യം നമ്മളിപ്പോ 8 ശ്ലോകങ്ങളാണ് കടന്നു വന്നത്. അപ്പൊ 8 ശ്ലോകത്തിനെ കുറിച്ച് ചുരുക്കത്തിലൊന്ന് കേൾക്കാം. പുതിയതായിട്ട് ഇപ്പോ പഠനത്തിന് ചേർന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ ചൊല്ലിയതായ കാര്യങ്ങളൊക്കെ നമ്മള് ദശമിയുടെ അന്ന് ഫെബ്രുവരി 7-ാം തീയതി മുതൽ ആരംഭിച്ച കാര്യങ്ങളാണ്. അപ്പൊ ധ്യാന ശ്ലോകങ്ങള്, പ്രാർത്ഥന, ഭഗവത ധ്യാനം, ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ ഓൺലൈനിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോ ഇവരൊക്കെ ചെല്ലിയത്, മറ്റുള്ളവരൊക്കെ കൂടെ ചെല്ലിയത്. ഇത്രയും സ്മൂത്തായിട്ട് അവർക്ക് ചെല്ലാൻ പറ്റിയത് അതിന്റെ ചെല്ലുന്ന രീതിയൊക്കെ മനസ്സിലായതുകൊണ്ടാണ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് എല്ലാ ശ്ലോകങ്ങളും ചെല്ലേണ്ടത്. അപ്പൊ സാങ്കേതികമായിട്ടുള്ള കുറെ കാര്യങ്ങളെ നമ്മൾ അന്ന് അവിടെ ഈ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചെയ്യാവുന്ന ഒരു മാർഗം, ഇപ്പൊ കുറച്ചു പേരുണ്ട് പുതിയതായിട്ട് വന്നത്, അവർക്ക് ആ ഒരു ആദ്യ ദിവസങ്ങളിൽ നടന്നതായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ പാകത്തിന് നമ്മളിവിടെ നിന്ന് ഈ തിങ്കൾ, ബുധൻ, വെള്ളി എന്നുള്ള 3 ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ട് ക്ലാസ് എടുത്തു തരാം എന്നുള്ളതാണ് പാകം ചെയ്യാനുള്ളതായ ഒരു മാർഗം. അപ്പൊ അത് അതിന് പറ്റും, സമയമുണ്ട്, താല്പര്യമുണ്ട്. അല്ല ഇനിയുള്ള ദിവസങ്ങളെ കൊണ്ട് പഠിച്ചോളാം എന്നാണെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ. അല്ല അതറിയണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ അവര് ഗ്രൂപ്പിൽ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ അവരെ നേരിട്ട് അറിയിക്കാം. എന്നാണ് ക്ലാസ്, എപ്പോഴാണ് ക്ലാസ്, രാധികയായിരിക്കും എടുക്കുന്നുണ്ടാവുക, അതിന് സംശയമില്ല. അപ്പൊ അത്രേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് ഇനി വേണ്ടത് ഒരു റീക്യാപ്പ് എന്നുള്ളതാണ്. നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാന്ന് അറിയണ്ടേ, അപ്പൊ എവിടുന്ന വന്നതെന്ന് ആദ്യം അറിയണം. അപ്പൊ ഈ 8 ശ്ലോകങ്ങളിലൂടെ നമ്മൾ കടന്നു വന്ന കാര്യം പഠിച്ചതാണ്, എങ്ങനെ വായിക്കണം എന്നുള്ള കാര്യമൊക്കെ പഠിച്ചതാണെങ്കിലും ആ സന്ദർഭത്തെ നമുക്കൊരു ഓർമ്മയിലുണ്ടായാലാണ് ഇനിയുള്ളത് അതിൻ്റെ ഒരു തുടർച്ച കിട്ടുന്നു. അപ്പൊ ആ ഒരു സന്ദർഭത്തെ ഇനി ചുരുക്കം, കുറെ നേരം അതിന് പോവില്ല, ചുരുക്കം ചില വാചകങ്ങളിലൂടെ എല്ലാ ശ്ലോകങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിച്ച് എത്തുന്ന രീതിയിൽ കടന്നു പോവാം.
ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ അന്ന് എടുത്തതിൽ മനസ്സിലായ കാര്യങ്ങൾ അവരവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ, കുറെ ദിവസമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ വായിക്കാൻ നമ്മൾ ശീലിച്ചിട്ടുണ്ടാവും, എന്താ പറഞ്ഞെന്നുള്ളത് മറന്നിട്ടുണ്ടാവും. അപ്പൊ അന്ന് തുറന്നു നോക്കാൻ സൗകര്യമായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് ഗ്രൂപ്പിൽ നമ്മൾ പഠനത്തോട് PDF ഇട്ടിട്ടുണ്ട്. ഇന്ന് രാധിക അവിടെ PDF രാധിക തന്നെയാണ്, അതെ രാധിക തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നോക്കാം. ഇനി അതന്നെ പകർത്തണ്ട, അവരവരുടെ ഭാഷയിൽ അവരവർക്ക് മനസ്സിലായതിനെ പകർത്തി വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുത്ത് എഴുതി വെക്കുക. ശ്രവണം, മനനം, നിധിധ്യാസം എന്നുള്ള 3 കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ശ്രവണം, പഠനം, മനനം, നിധിധ്യാസം എന്ന് നമ്മൾ നാലാക്കിയിട്ട് എടുത്തേക്കാണ് ഇപ്പൊ ഇതിനെ. ഇവിടുന്ന് കേൾക്കുന്നു, ഒപ്പം പഠിക്കുന്നു, ഇതിനെ വീണ്ടും നമ്മൾ മനനം ചെയ്യുന്നു. കൂടാതെ ഈ നിധിധ്യാസത്തിന്റെ ഇടയിൽ ഒരു സാധനം കൂടി ഉള്ളതാണ് പരിശീലനം. പരിശീലനവും നിധിധ്യാസവും ഈ 4-5 ഒരുമിച്ച് നടന്നാലാണ് പഠനത്തിന്റെ ഒരു രീതിയിൽ നമ്മൾ മുമ്പിലേക്ക് പോകുള്ളൂ. അപ്പൊ ആ മനനത്തിനും നിധിധ്യാസത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചതിനെ ഒന്നുകൂടിയൊക്കെ ഓർത്തെടുത്തിട്ട് നമ്മളുടെ ഭാഷയിൽ എഴുതുക. ശരിയോ തെറ്റോ എന്നുള്ളതല്ല വിഷയം, ശരിയാണെന്ന് ഉറപ്പുള്ളത് എഴുതി വെക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഇനി അതെന്താണെന്ന് സംശയം ഉണ്ടെങ്കിൽ അതിന് ആണ് വദതു ഭാഗവതം. അവിടെ എന്താ പറഞ്ഞത്? അപ്പൊ അങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ അത് എല്ലാവർക്കും ഉപകാരമാവും. ഇതിപ്പോ ഇന്ന് പറഞ്ഞേ ഉള്ളൂ, എല്ലാ ദിവസവും ഇതൊന്നും പറയില്ല. അപ്പൊ ഇത് ഇനി നമുക്ക് ആ ഒരു 7 ശ്ലോകങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാം. അത് കഴിഞ്ഞിട്ട് പുതിയ ശ്ലോകങ്ങളിലേക്ക് കടക്കാം. രാധേശ്യാം. ശ്രീമദ് ഭാഗവത മഹാപുരാണം വേദവ്യാസ മഹർഷി സർവപുരാണങ്ങളും രചിച്ചതിന് ശേഷം രചിച്ചതായ മഹാപുരാണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം രചിച്ചതായ മറ്റു പുരാണങ്ങളുടെ ഒക്കെ അവസാന ഭാഗത്തായിട്ട് നോക്കിയാൽ മിക്കവാറും ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ മഹാത്മ്യത്തെ എടുത്ത് വർണ്ണിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെയും നമ്മളുടെ ഭാഗവതത്തിന്റെ ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നതിന് മുമ്പുള്ള തുടക്കത്തിലുള്ള 6 അധ്യായങ്ങളിൽ പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ശ്രീമദ് ഭാഗവത മഹാത്മ്യമാണ് എഴുതി ചേർത്തിട്ടുള്ളത്. ശ്രീമദ് ഭാഗവതം എന്നത് ആരും അറിയാതെ പോരുത്, അതിന്റെ മഹത്വത്തെ അറിയാതെ പോരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മഹാത്മ്യം എന്നുള്ളത് കൊണ്ട് ശ്രീമദ് ഭാഗവത മന്ത്രങ്ങളുടെ മഹാത്മ്യത്തെ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിന്റെ മഹാത്മ്യത്തെ, ഒപ്പം ശ്രീമദ് ഭാഗവതം എന്നതിനെ ഒരു സപ്താഹമായിട്ട് 7 ദിവസമായിട്ട് നടത്തുമ്പോൾ അത് ശ്രവണം ചെയ്താൽ ഉണ്ടാകുന്ന ഫലത്തെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം 6 അധ്യായങ്ങളിലായിട്ട് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. 1-ാമത്തെ അധ്യായത്തില് മഹാത്മ്യം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിനാരായണമൂർത്തിയായ കൃഷ്ണനെ വന്ദിച്ച് വൃന്ദാവന വിഹാരിയായ ബ്രജവാസികൾക്ക് ഏറ്റവും പ്രിയങ്കരനായ കൃഷ്ണനെ വന്ദിച്ച് കൃഷ്ണസ്വരൂപനായ വേദവ്യാസനെ വന്ദിച്ച് പൃഥാസുതനായ കുന്തിയുടെ പുത്രനായ അർജുനനെ വന്ദിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. 1-ാമത്തെ ശ്ലോകത്തിൽ നോക്കുകയാണെങ്കിൽ സത്ത്, ചിത്ത്, ആനന്ദം എന്നതാണ് ഭഗവാന്റെ തിരുസ്വരൂപം. നമ്മളുടെയൊക്കെ ശരീരങ്ങള് പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ സത്ത്, ചിത്ത്, ആനന്ദം എന്ന വിഷയങ്ങളെ കൊണ്ട് ഉണ്ടായതായ ഭഗവാന്റെ സ്വരൂപം, അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്പത്തിക്കും സ്ഥിതിക്കും ലയത്തിനും, അതായത് സൃഷ്ടിക്കും അതിന്റെ നിലനിൽപ്പിനും അതിന്റെ നാശത്തിനും കാരണമായിട്ടുള്ള ഭഗവാനെ ഈ ലോകത്തിൽ ജന്മം എടുത്തു വന്നാൽ ഒരുവനുണ്ടാവുന്ന താപങ്ങൾ എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. ഇതിലേതെങ്കിലും ഒന്നുകൊണ്ടാണ് ഒരുത്തൻ ദുഃഖം അനുഭവിക്കുക. അങ്ങനെയുള്ളതായ താപത്രയങ്ങളെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ കഴിവുള്ളതായിട്ടുള്ള ഭഗവാനെ, ശ്രീയോടുകൂടിയ കൃഷ്ണനെ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാമത്തെ ശ്ലോകം കടന്നു പോവുക. 2-ാമത്തെ ശ്ലോകത്തില് ശ്രീ ശുക ബ്രഹ്മർഷി രഘുനാഥനെ നമസ്കരിക്കുകയാണ്. പരിവ്രാജകനായി സന്യാസം സ്വീകരിച്ച് ഉപനയനാധികാരങ്ങളൊന്നും കഴിയാതെ എല്ലാ കർമ്മങ്ങൾക്കും അതീതനായിട്ട് കർമ്മകാണ്ഡത്തിൽ ഒന്നും ചെന്നുപെടാതെ ഏതൊരാളാണോ പോയത്, അപ്പോ ദ്വൈപായന് വേദവ്യാസൻ തന്മയീഭാവത്തോടു കൂടിയിട്ട് വിരഹകാതരനായിട്ട് ഏതൊരുവനെയാണോ നീട്ടി പുത്ര എന്ന് വിളിച്ചത്,
സർവബോധങ്ങളുടെയും സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിട്ടിരിക്കുന്നവൻ ആരാണോ ആ ശ്രീശുകൻ എന്ന ഗുരുനാഥനെ നമസ്കരിക്കുന്നു. പിന്നെ അവിടെ ഭാഗവത കഥകൾ പറയാനുണ്ടായ സന്ദർഭത്തെ പറയുകയാണ്. സ്വതേ ഏത് പുരാണങ്ങൾ എഴുതിയാലും ഇപ്പോൾ ഏത് കലകൾ പഠിച്ചാൽ, സംഗീതം അല്ലെങ്കിൽ നൃത്തം ഒക്കെ കഴിഞ്ഞാൽ അരങ്ങേറ്റം ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എന്നൊക്കെ പറയണത് പോലെ പുരാണങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് അരങ്ങേറുന്ന ഒരു വേദിയാണ് നൈമിഷാരണ്യം എന്ന തപോവനം. പണ്ടത് ഒരു കൊടുങ്കാട് തന്നെയായിരുന്നു. ശൗനകാദി മഹർഷിമാര് അവിടെ ഭഗവത് ഉപാസനയൊക്കെ ചെയ്ത് അങ്ങനെയാണ് അത് നൈമിഷാരണ്യം എന്ന തപോവനമായിട്ട് മാറിയത്. ആ നൈമിഷാരണ്യം എന്ന തപോവനത്തിലേക്ക് വളരെ ബുദ്ധിമാനായിട്ടുള്ള സൂത പൗരാണികൻ എഴുന്നള്ളി വരുന്നതും അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കഥയാകുന്ന അമൃത്, അതിൽ നിന്ന് ഒഴുകി വരുന്ന രസത്തെ ആസ്വദിക്കുന്നതിൽ കുശലനായ സമർത്ഥനായ ശൗനകമുനി അല്ലെങ്കിൽ ശൗനക മഹർഷി, അവരേതാണ്ട് ഒരു 80,000 പേരോളം ഉണ്ട് അവിടെ. അവരുടെയൊക്കെ പ്രതിനിധിയായിക്കൊണ്ട് ശൗനക മഹർഷിയോട് ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്തത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയാൻ വയ്യ, എന്നാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്തില്, കലിയാകുന്ന സംസാരത്തില് പെട്ടുകിടക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ചോദിക്കുകയാണ്. ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ധ്വംസനം ചെയ്യാൻ, ഇല്ലാതാക്കാൻ കോടി സൂര്യന്മാരുടെ പ്രഭയുള്ളതാണ് അങ്ങയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. അത് എൻ്റെ കർണങ്ങൾക്ക്, എൻ്റെ ചെവികൾക്ക് രസായനമായിട്ടുള്ളതാണ്, അത് പറഞ്ഞു തരണം എന്ന് പറയുന്നു. തുടർന്ന് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇവ വിവേകത്തോടു കൂടിയിട്ട് വർദ്ധിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മായയാകുന്ന അന്ധകാരത്തിൽ പെട്ടുകിടക്കുന്ന വൈഷ്ണവന്മാര് അല്ലെങ്കിൽ പെട്ടുകിടക്കുന്ന ആൾക്കാര്, വൈഷ്ണവന്മാര് എന്താണ് അതിൽ നിന്നും മോചനം, മുക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? ഈ ഘോരമായ കലിയില് മിക്കവാറും ജനങ്ങളൊക്കെ ആസുര സ്വഭാവം വന്നിട്ടുള്ളവരാണ്. അസുരന്മാരുടെ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. സ്വഭാവം തന്നെ ആസുര സ്വഭാവമായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തില് ആ ക്ലേശത്തിൽ നിന്ന് മുക്തി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിനെ ചോദിക്കുന്നു. അടുത്തത്, ശ്രേയസ്കരമായ ഒന്നിൽ വെച്ച് ഏറ്റവും ശ്രേയസ്കരമായത് ഏത്? പരിശുദ്ധമായതിൽ വെച്ച്, പാവനമായതിൽ വെച്ച് പാവനമായത് ഏത്? കൃഷ്ണപ്രാപ്തികരം, കൃഷ്ണനെ ലഭിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ കിട്ടാൻ ശാശ്വതമായിട്ട് ചെയ്യേണ്ടത് എന്ത്? അതിനെ പറഞ്ഞു തരണം എന്ന് പറയുന്നു. 8ാമത്തെ ശ്ലോകത്തിലാണെങ്കിൽ സൂതപൗരാണികൻ അവിടെ വന്ന് ചേർന്ന ആ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ പരമഭാഗ്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് ശൗനകാദികൾ പറയുകയാണ്, ചിന്താമണി എന്നൊരു മണി കിട്ടിയ ലോകസുഖം, ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും ആ മണി തരും. സുരദ്രു, സ്വർഗത്തിലെ വൃക്ഷം, കൽപ്പക വൃക്ഷം, സ്വർഗ സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സുഖങ്ങളെയും തരും. എന്നാൽ ഒരു ഗുരു പ്രീതനാവുകയാണെങ്കിൽ, ഒരു ഗുരു കടാക്ഷം ഒരാളുടെ ശിരസിൽ വീഴുകയാണെങ്കിൽ വൈകുണ്ഠം യോഗി ദുർലഭം, യോഗികൾക്ക് പോലും ദുർലഭമായ വൈകുണ്ഠത്തെ ആ ഗുരുവിന് കൊണ്ടുവന്ന് തരാൻ സാധിക്കും. അതുകൊണ്ട് പരമഭാഗ്യാണ് അങ്ങ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഏത് തരത്തിലുള്ള കഥ പറഞ്ഞു തന്നാലാണോ ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങുക, ആ രീതിയിലുള്ള കഥകളെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് അവരുടെ പരമഭാഗ്യത്തെ പറഞ്ഞ് അവരറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ സൂതപൗരാണികന്റെ മുമ്പിലേക്ക് പറയുന്നതായിട്ടുള്ള രംഗത്തോടു കൂടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഭാഗവത ഉപാസന സമർപ്പിച്ചത്. തുടർന്ന് ശൗനകാദികൾക്ക് സൂതൻ പറയുന്ന മറുപടിയാണ് ഇനി 9 മുതലുള്ള ശ്ലോകങ്ങളിൽ. രഥേശ്യ. സൂതപൗരാണികൻ ശൗനകാദി മഹർഷിമാർക്ക് മറുപടി പറയാൻ ആരംഭിക്കുന്നു. ഈ സംവാദങ്ങളിലൊക്കെ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ഒരാളുടെ ചോദ്യത്തിനെ അഭിനന്ദിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും വക്താക്കൾ മറുപടി പറയും. കാരണം അവർക്ക് മറുപടി പറയാൻ തോന്നുന്നത് തന്നെ ചോദ്യം നല്ലതായതുകൊണ്ടാണ്. നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയുന്ന സ്വഭാവക്കാരായതുകൊണ്ട് ആദ്യം അത് പറയും. അങ്ങനെയാണ് സൂതൻ മറുപടി പറയാൻ തുടങ്ങുന്നത്. പ്രീതിഹി ശൗനക ചിത്തേ തേ ഹി അതഃ വച്മി
വിചാര്യ ച സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശം. ശൗനക മഹർഷിയോട് സൂതപൗരാണികൻ പറയുന്നു, തേ ചിത്തേ പ്രീതിഹി അസ്തി. അങ്ങയുടെ മനസ്സിൽ സന്തോഷമുണ്ട്. എന്തിന്റെ പ്രീതി ഉണ്ട് എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നുള്ള ഒരു ചിന്തയുടെ സന്തോഷം അങ്ങയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്നല്ലേ ചിന്തിക്കുന്നുള്ളൂ, വേറൊന്നും ചിന്തിക്കണില്ല. വേറെ ചിന്തകളാണ് ദുഃഖങ്ങളെ തരാ. അപ്പൊ ഭഗവത് കഥകൾ കേൾക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു സന്തോഷം അങ്ങയുടെ ഉള്ളിലുണ്ട്. സർവസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം വിചാര്യ വച്മീച്ച എന്ന് അന്വയം. സർവസിദ്ധാന്ത നിഷ്പന്നം, സർവസിദ്ധാന്തങ്ങളിലും സിദ്ധിച്ചിരിക്കുന്നത്, സംസാരത്തിന്റെ എല്ലാ തരത്തിലുള്ള ഭയങ്ങളെയും ഇല്ലാതാക്കുന്നതുമായ കാര്യത്തെ, അതായത് അങ്ങനെയുള്ള കഥകളെ വിചാര്യ ഞാൻ വേണ്ട പോലെ ചിന്തിച്ചുകൊണ്ട് വച്മി അങ്ങയോട് പറയുകയും ചെയ്യാം. ഈ ചോദ്യങ്ങൾക്ക് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യം അങ്ങയുടെ മനസ്സിൽ ഭഗവാന്റെ കഥകൾ, കഥാശ്രവണം എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ കഥ എങ്ങനെയുള്ളതാണ് എന്ന് ചുരുക്കത്തിൽ അങ്ങോട്ട് പറഞ്ഞു വെച്ചു. എന്ത് കഥയാ പറയാൻ പോണത്? കഥ പലതായിക്കോട്ടെ, കഥയുടെ എല്ലാത്തിൻ്റെയും ഒരേപോലെയുള്ള ഗുണത്തിനെയാണ് പറഞ്ഞത്. സംസാര ഭയനാശനം, സംസാര ഭയങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള കഥയാണ്. അതുപോലെ സർവസിദ്ധാന്തങ്ങളുടെയും സാരമായിട്ടിരിക്കുന്ന കഥയാണ്. അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞതുപോലെ വേണ്ട പോലെ ചിന്തിച്ച് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു കേൾപ്പിക്കുന്നു. സംസാര ഭയം എന്നതിന് പലതരത്തിൽ നമ്മൾ സംസാര സാഗരയും അഗ്നം എന്ന ശ്ലോകം പഠിച്ച സമയത്ത് സംസാരം എന്നതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞതാണ്. അതല്ലാതെയും ഇങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് ഇതിന്റെ അർത്ഥം മാറും. സംസാര ഭയം എന്നുള്ളത് നമ്മൾ ഈ ജീവിതത്തിൽ നേരിടുന്ന പലതരത്തിലുള്ള ഭയങ്ങളുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഭയങ്ങളുണ്ട്, രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്നുള്ള ഭയമുണ്ട്, നിയമങ്ങളെ കൊണ്ടുള്ള ഭയമുണ്ട്, രോഗങ്ങളെ കൊണ്ട് ഭയമുണ്ട്, ശരീരം കൊണ്ട് ഭയമുണ്ട്, നാളെ എന്താവും എന്നുള്ള തരത്തിലുള്ള ഭയങ്ങളുണ്ട്, മരണഭയം എന്തായാലും ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഭയങ്ങളെയും പൊതുവിൽ സംസാര ഭയം എന്ന് തന്നെയാണ് പറയുക. എല്ലാ ഭയങ്ങളെയും തീർക്കുന്നതായിട്ടുള്ള കഥകളെ പറഞ്ഞു തരാം. ആ കഥകൾ എങ്ങനത്തെ എന്നും കൂടി പറഞ്ഞു. എന്നാണ് അടുത്തത് പറയുക. ഭക്തിയോഗവർദ്ധനം യത് ച കൃഷ്ണസന്തോഷഹേതുകം തത് അഹം തേ അഭിധാസ്യാമി സാവധാനതയാ ശൃണു. ഭക്തിയോഗവർദ്ധനം, ഭക്തിയുടെ പ്രവാഹം എന്നർത്ഥം. ഭക്തിയുടെ പ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്നത്. യത് ച കൃഷ്ണസന്തോഷ ഹേതുകം, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പാകത്തിനുള്ളത്. തത് അഹം, അതിനെ ഞാൻ, തേ അങ്ങയ്ക്കായിക്കൊണ്ട്, അഭിധാസ്യാമി പറഞ്ഞു തരാം, സാവധാനതയാ ശൃണു വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക. സാവധാനം എന്ന് മലയാളത്തിൽ പറയുന്ന അർത്ഥമല്ല, ഹിന്ദിയിൽ പറയുന്ന അർത്ഥമാണ്. സാവധാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സംസ്കൃതത്തിൽ അതിനെയാണ് അർത്ഥം. സാവധാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയോട് കൂടിയിട്ട് അങ്ങ് കേൾക്കൂ. ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതും ഭഗവാൻ കൃഷ്ണന് സന്തോഷമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രീതിക്ക് വഴിയൊരുക്കുന്നത് ആയിട്ടുള്ള കഥകളെ അങ്ങക്ക് ഞാനിതാ പറഞ്ഞു തരാം. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ കഥകളെ അങ്ങ് കേൾക്കുക. ആ കഥകൾ എങ്ങനെ വന്നു എന്നുള്ളതിനെ പറഞ്ഞു. കാലവ്യാള മുഖഗ്രാസത്രാസ നിർനാശ ഹേതവേ. സമസ്തപദമാണ്, പദം പിരിക്കാൻ പറ്റില്ല, ഒറ്റ വരിയായിട്ട് തന്നെ വായിക്കണം. പറഞ്ഞു തരുമ്പോ പദം പിരിച്ചു തരാം. കാലവ്യാളം എന്ന് പറഞ്ഞാൽ കാലമാകുന്ന, വ്യാളം എന്ന് പറഞ്ഞാൽ സർപ്പം, അതിന്റെ മുഖം, കാലവ്യാള മുഖം. ഗ്രാസം എന്ന് പറഞ്ഞാൽ അത് പിടിച്ചത്, കാലവ്യാള മുഖഗ്രാസം. ത്രാസം എന്ന് പറഞ്ഞാൽ ഭയം. അതായത് കാലമാകുന്ന സർപ്പത്തിന്റെ മുഖത്ത് അത് പിടിച്ചത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലാണ്, അതിൻ്റെ ഒരു ഭയം ഉണ്ട്. കാലമാകുന്ന സർപ്പം നമ്മൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചുരുക്കത്തിൽ ഇതിന്റെ അർത്ഥം. ഈ കാലസർപ്പം വിഴുങ്ങുന്നതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു ഭയത്തിനെ നിർനാശഹേതവേ, അതിനെ നിശേഷേണ നശിപ്പിക്കാൻ,
ഒരല്പം പോലും അങ്ങനെയുള്ള ഒരു ഭയം ഇല്ലാതിരിക്കാൻ പാകത്തിന് നശിപ്പിക്കാൻ ഹേതുവായിട്ട് നിൽക്കുന്നത്. ആ കാലസ്വരൂപമാകുന്ന സർപ്പം കടിക്കുന്നു, വിഴുങ്ങുന്നു, ചാവാറായി എന്നുള്ള പേടിയൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ധൈര്യമുള്ളവരാക്കി മാറ്റാൻ വളരെ കെൽപ്പുള്ളതായ ഒന്ന് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം. ശ്രീമദ് ഭാഗവതം എന്നതായ ശാസ്ത്രം കലൗ ഈ കലിയുഗത്തില് കീരേണ ഭാഷിതം. കീരഹ എന്ന് പറഞ്ഞാൽ ശുകൻ എന്നർത്ഥം. ശ്രീശുകനാൽ പറയപ്പെട്ടതാണ്. ഇപ്പൊ കലിയുഗത്തിലുള്ളവര് കാലസർപ്പത്തിൽ പെടുകയാണ് എന്നുള്ള ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഈ കാലസർപ്പം ജനിച്ചപ്പോ തൊട്ട് വിഴുങ്ങാൻ തുടങ്ങി. ജനിക്കുമ്പോ തൊട്ട് കാലസർപ്പം എല്ലാവരെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും അറിയില്ല. എപ്പോഴാ അറിയാന്ന് ചോദിച്ചാൽ കുറെ കഴിയുമ്പോഴാണ്, ഇനിയിപ്പോ കഴിയാറായി എന്നൊക്കെ ഒരു തോന്നൽ വരണ സമയത്താണ് അറിയുക. ചിലവർ കുറച്ചും കൂടി മുമ്പ് ഭാഗവതം എടുത്തു പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലവർക്ക് അതും തോന്നില്ല. അപ്പൊ ഇങ്ങനെ കാലസർപ്പം എന്നത് വിഴുങ്ങി കഴുത്തറ്റം എത്തുമ്പോഴാണ് മരിക്കാറായി എന്നുള്ളൊരു തോന്നൽ വരിക. അതുവരെ അത് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് പോലും ആ ഭയമില്ലാത്ത രീതിയിൽ രക്ഷപ്പെടാൻ പാകത്തിന്, ആ ഭയത്തെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ശ്രീമദ് ഭാഗവതം ശാസ്ത്രം എന്നവിടെ എടുത്തു പറഞ്ഞു. ശ്രീമദ് ഭാഗവതം എന്നതായ ശാസ്ത്രമാണത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ യുക്തി രണ്ടർത്ഥത്തിൽ പറയും. ഒന്ന് ശാസിക്കുന്നത് എന്നൊരർത്ഥമുണ്ട്. കൃത്യമായിട്ട് നീ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നതിനെ ആ രീതിയിലും ശാസ്ത്രം എന്നർത്ഥമുണ്ട്. യുക്തം പറയപ്പെട്ടത് എന്നതും എന്നും ശാസ്ത്രം എന്നതിനർത്ഥമുണ്ട്. നമ്മൾ പറയുന്ന ഈ ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം തന്നെ അത് യുക്തി മാത്രമാണ്. അതിൽ അത്രയും വിഷയമുള്ളൂ. അതൊക്കെ യുക്തം തെളിയിക്കപ്പെട്ടു എന്നാണ്. ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായുള്ള ചിന്തകളെ വെച്ച് പോയി കഴിഞ്ഞാൽ കുറെ യുക്തിയുള്ളതാണെന്ന് തോന്നും. അതിലേക്ക് ആധ്യാത്മികമായിട്ടുള്ള വിഷയത്തെ ചേർത്ത് ചിന്തിച്ചാൽ ഭൗതികമായ പല ശാസ്ത്രങ്ങളും യുക്തിയുക്തമല്ല, യുക്തിഭദ്രമല്ല എന്ന് പറയും. കാരണം അവർക്ക് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് പോലും ഒരു ഊർജത്തിലാണ്. ആ ഊർജം എന്നുള്ളതിനെ നമ്മൾ പറയുക ഈശ്വരൻ എന്നുള്ളതാണ്. അത് ഭൗതികവാദികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് നമുക്ക് യുക്തി ഉണ്ടാവും. അതായത് ഈശ്വര വിശ്വാസികൾ ആസ്തികന്മാരായിട്ടുള്ളവർക്കും യുക്തി ഉണ്ടാവും, നാസ്തികന്മാരായിട്ടുള്ളവർക്ക് യുക്തി ഉണ്ടാവില്ല. ഏതായാലും ശാസ്ത്രം എന്നത് യുക്തിയുക്തം പറയുന്നതാണ് എങ്കിൽ ഭാഗവതം യുക്തിഭദ്രമായി കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. ആ ഭാഗവതത്തെ ശ്രീശുക ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടതാണ്. ഏതസ്മാത് അപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ, അവിടെ മനഃശുദ്ധ്യൈ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. അവിടെ മനഃശുദ്ധ്യൈ എന്ന് തന്നെ മനഃ എന്ന് നിർത്താനൊന്നും പറ്റില്ല. അങ്ങനെ വിസർഗം കണ്ടെടുത്ത് നിർത്താൻ ധരിക്കണ്ട. പാരായണം ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളിടത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരും. മനഃശുദ്ധ്യൈ ന വിദ്യത്തെ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. നമുക്ക് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിൽ പറഞ്ഞു തരുന്ന ആദ്യത്തെ കാര്യം ഇതാണ്. ഏറ്റവും ആദ്യം ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയാലാണ് ഭാഗവതം പഠിക്കാൻ നമുക്ക് ത്രില്ല് കൂടുക. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. അതിനു മുമ്പ് പറഞ്ഞു ഏതസ്മാത് അപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യത്തെ. ഇതല്ലാതെ മനഃശുദ്ധിക്കായിക്കൊണ്ട് കിഞ്ചിത് ഒരല്പം പോലും വേറൊരു വിഷയം ന വിദ്യത, വേറൊന്നുപോലും ഭാഗവതം പോലെ മനഃശുദ്ധിയെ ഉണ്ടാക്കി തരുന്നതായിട്ട് ഈ ലോകത്ത് ഇന്ന് വരെ പറയപ്പെട്ടിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദവ്യാസൻ തന്നെ പറഞ്ഞതാണെങ്കിലും അതിനപ്പുറത്തേക്ക് കലിയുഗത്തിലുള്ളവർക്ക് മനോമാലിന്യങ്ങൾ കൂടുമെന്നും ആ കലിയുഗത്തിന്റെ ബാധ കൊണ്ടുള്ള മനോമാലിന്യങ്ങളെ അടക്കമില്ലാതാക്കി മനഃശുദ്ധി ഉണ്ടാക്കാൻ പാകത്തിനാണ് ഭാഗവതം പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാഗവതത്തോളം മനഃശുദ്ധി ഉണ്ടാക്കി തരാൻ പാകത്തിനുള്ള ഒന്നും ഇതുവരെ വേറെ ഇല്ല. ആ ഭാഗവതം തന്നെ ജന്മാന്തരേ ഭവേ പുണ്യം തഥാ ഭാഗവതം ലഭേത്. എപ്പോഴാണോ ജന്മാന്തരത്തിൽ പുണ്യം ഉണ്ടാവുന്നത് അപ്പോഴേ ഭാഗവതം എന്നുള്ള കിട്ടുള്ളൂ അർത്ഥം. ഇതിന്റെ വളരെയധികം വ്യാഖ്യാനിക്കാവുന്ന ഒരു വരിയാണത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്തു വെച്ച എന്തോ ഒരു പുണ്യം കൊണ്ടാണ് ഭാഗവതം ഇപ്പൊ കിട്ടിയത് എന്ന് ധരിക്കണ്ട. ഈ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്ത പുണ്യത്തിന്റെ പരിപക്വതയിലാണ് നമ്മൾക്കൊക്കെ ഭാഗവതം കിട്ടുന്നത് എന്നതിനെ മനസ്സിലാക്കുക.
ഈ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് ഭാഗവതം കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കിട്ടിയത് പരീക്ഷത്തിന് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനെ കണ്ടതാണ്. അതിൽ പരം പുണ്യം വേണ്ടല്ലോ. പരീക്ഷത്തിനെ ഭാഗവതം കേൾക്കുന്ന ഒരാളാക്കി മാറ്റാൻ, ഗർഭശ്രീമാനാക്കി തീർക്കണം എന്നുള്ളത് കൊണ്ട് ഭഗവാൻ തന്നെ ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് പരീക്ഷത്തിനെ ആ യോഗ്യതയിലേക്ക് എത്തിച്ചതൊഴിച്ചാൽ ഈ ഒരു ജന്മം കിട്ടി, ആ ജന്മത്തിൽ തന്നെ അങ്ങോട്ട് ഭാഗവതം കിട്ടാനുള്ള പുണ്യമൊന്നും ആരും ചെയ്യണില്ല. വെച്ചാൽ ആ ഒരു പുണ്യം കൊണ്ടൊന്നും കിട്ടില്ല. ഇനി പിന്നീട് കേൾക്കും നമ്മളെ കോടി ജന്മസമുച്ചേന പുണ്യേനൈവത്തു ലഭ്യത്തെ എന്നൊക്കെ ഇനി ഭാഗവത മഹാത്മ്യത്തിൽ വരും. കോടി ജന്മങ്ങളുടെ കണക്കൊക്കെ പറയാം അതിന്. ഈ ഒരു ജന്മത്തിൽ നമ്മൾ ചെയ്ത എന്തോ ഒരു പുണ്യം കൊണ്ടാണ് ഭാഗവതം കിട്ടിയതെന്ന് വിചാരിക്കേണ്ട. ഭാഗവതം കിട്ടിയാൽ ഒന്ന് മാത്രമേ ഉറപ്പിക്കാവുള്ളൂ. ജന്മജന്മാന്തരങ്ങളായിട്ട് എടുത്തതിലൊക്കെ എന്തൊക്കെയോ കുറേശ്ശെ പുണ്യമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇപ്പൊ അതിനെയൊക്കെ ഭാഗവതം എന്നൊരു ഫലമായിട്ട് ഭഗവാൻ കൊണ്ടുവന്ന് തന്നതാണ് എന്ന് തിരിച്ചറിയും. ഈ ഭാഗവത മഹാത്മ്യത്തിലൂടെ ഭാഗവതത്തിന്റെ മഹത്വം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഭാഗവതത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ വരും. അതിനാണ് നമ്മൾ ഭാഗവത മഹാത്മ്യം തൊട്ട് ക്ലാസ് എടുക്കണം തന്നെ. അപ്പൊ അത്രയും ഭാഗ്യം വേണം, അല്ലെങ്കിൽ അത്രയധികം പുണ്യം വേണം ഭാഗവതം കിട്ടാൻ. മറ്റ് പലതും കിട്ടും. ഇപ്പൊ ചിന്താമണി കിട്ടിയാൽ, കൽപ്പകവൃക്ഷം കിട്ടിയാൽ എന്നൊക്കെ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടു. ചിന്താമണി എന്നുള്ള രത്നമൊക്കെ അതൊരു രത്നമാണ്. അതിന്റെ പ്രകാശം ഏതെങ്കിലും ഒരു വസ്തുവിൽ, ഇരുമ്പാവട്ടെ, വിച്ചലയാവട്ടെ, ചെമ്പ ആവട്ടെ, ഒരു കല്ലായാൽ പോലും അതിൽ നിന്നുണ്ടാവുന്ന, എപ്പോഴൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിൽ നിന്നുണ്ടാവുന്ന രശ്മികൾ തട്ടിയാൽ ആ തട്ടുന്ന വസ്തുവൊക്കെ സ്വർണ്ണമായിട്ട് മാറുന്ന അത്ര വലിയ രത്നമാണ് ചിന്താമണി. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് ഗുരുവിന്റെ പ്രീതി എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ശരി, അതിനേക്കാളൊക്കെ വലുതാണ് ഭാഗവതം എന്നുള്ളത് കയ്യിൽ കിട്ടണത്. മറ്റു പലതും പല വഴിക്കും കിട്ടും, പക്ഷെ ഭാഗവതം എന്നുള്ളത് കിട്ടാൻ പുണ്യം ഒന്നൊന്നുണ്ടായാൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അപ്പൊ ആ പുണ്യം എന്നത് നമുക്ക് കിട്ടുന്നത് പോലും ഭഗവാന്റെ അപാരമായ കാരുണ്യം കൊണ്ടാണ്. ആ പുണ്യത്തിന്റെ പരിപക്വത ഭാഗവതമായിട്ട് ഭഗവാൻ തരുന്നത് ആ അപാരമായിട്ടുള്ള കാരുണ്യം കൊണ്ടാണ്. അതും നമ്മൾ ഇനിയുള്ള അവസരങ്ങളിൽ കേൾക്കും. ഇപ്പോ ഇത്ര മനസ്സിലാക്കി വെക്കുക. അത്രയും ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാഗവതത്തിലൂടെ മുമ്പിലേക്ക് പോവാം. ഇനി ആ ഭാഗവതം കിട്ടാൻ അത്ര ചെറിയ പുണ്യൊന്നും പോരാ എന്ന് തെളിയുന്നതായിട്ടുള്ളൊരു കഥയെയാണ് 5 ശ്ലോകത്തില് പറഞ്ഞു കേൾപ്പിക്കുന്നത്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വാ ഏവ ദേവാഹ തത്ര സമാഗമൻ. ഈ 5 ശ്ലോകത്തിന്റെയും പദങ്ങൾ ഒരുമിച്ച് പറയാം, എന്നിട്ട് ആ കഥ പറയാവും കുറച്ച് സുഖം. അടുത്ത ശ്ലോകം. ശുകം നത്വാ അവദൻ സർവേ സ്വകാര്യകുശലാഹ സുരാഹ കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വാ ഏവ സുധാം ഇമാം ഏവം വിനിമയേ ജാതേ സുധാ രാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമഹ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാചഃ ക്വ മണിഃ മഹാൻ ബ്രഹ്മരാതഃ വിചാര്യ ഏവം തദാ ദേവാൻ ജഹാസഃ അഭക്താൻ താൻ ച വിജ്ഞായ ന ദദൗ സഹ കഥാമൃതം. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാം അപി ദുർലഭ. ഇത്രയാണ് ആ 5 ശ്ലോകത്തിലാണ്. വലിയൊരു സംഭവമാണ്. അതിനെ ചുരുക്കി പറയുകയാണ്. നമുക്കും ചുരുക്കിയിട്ടേ പറഞ്ഞു പോകാൻ സമയമുള്ളൂ. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ. പരീക്ഷിത് മഹാരാജാവിന് കഥ പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് ശ്രീശുക ബ്രഹ്മർഷി സഭയിൽ ഇരുന്നതായിട്ടുള്ള സമയം. ഇപ്പൊ ഗംഗാതീരം, അവിടെ പരീക്ഷത്തിന്റെ ശ്രദ്ധ കണ്ട് ഭഗവാൻ തന്നെ അവതരിച്ച് കഥ പറയാൻ ശ്രീശുകനായിട്ട് അവതരിച്ച് വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് സുധാകുംഭം ഗൃഹീത്വ ഏവ ദേവാഹ തത്ര സമാഗമൻ.
അമൃത കലശവും കയ്യിലെടുത്തുകൊണ്ട് ദേവന്മാര് അവിടേക്ക് വന്നു ചേർന്നു. സുഖം നത്വ, സുഖമഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് സ്വകാര്യകുശലാഹ സുരാഹ സർവേ അവത്. ആ ദേവന്മാർ എങ്ങനെയുള്ളവരെന്ന് ചോദിച്ചാൽ സ്വകാര്യകുശലാഹ, അവനവന്റെ കാര്യം നടത്തിയെടുക്കാൻ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ. വെച്ചാൽ അത്ര സ്വാർത്ഥന്മാര് നടത്തും. മറ്റൊരുത്തന് എന്ത് എന്നുള്ള വിഷയമല്ലേ, അവനവന്റെ കാര്യം നടക്കണം. അങ്ങനെയുള്ള ആൾക്കാർ, ആ ദേവന്മാര് ഇപ്പൊ ശ്രീശുഖ ബ്രഹ്മർഷിയെ വന്ദിച്ച് നമസ്കരിച്ചിട്ട് പറയുകയാണ്, കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വാ ഏവ സുധാം ഇമാം. ഈ കഥാസുധയെ, കഥകളാകുന്ന ഈ അമൃതിനെ, ഭാഗവതം എന്ന കഥകളാകുന്ന അമൃതിനെ പ്രയച്ഛസ്വ, ഞങ്ങൾക്ക് തന്നാലും. സുധാമിമാം ഗൃഹീത്വ, ഈ അമൃതിനെ എടുത്തിട്ട്, അതായത് ഒരു കച്ചവട മനോഭാവത്തിൽ വന്നേക്കാണ്. ഞങ്ങൾ അമൃത് തരാം അങ്ങോട്ട്, ഭാഗവതം എന്നതിനെ ഞങ്ങൾക്ക്, കഥകളാകുന്ന അമൃതിനെ ഞങ്ങൾക്ക് തിരിച്ചു തരും, അതിനെ പകരം തന്നാ മതി എന്ന് ദേവന്മാര്. ഇത് കേട്ടപ്പോ കാര്യം മനസ്സിലായി. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രവീയതാം. ഇങ്ങനെ ഒരു മാറ്റക്കച്ചവടം നടത്താം എന്നിരിക്കെ സുധാരാജ്ഞാ പ്രവീയ, എന്തിനപ്പോ ഈ അമൃത് അങ്ങോട്ട് തന്ന ഈ കഥകൾ ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നത് വെച്ചാൽ വലിയ ഉദാര മനസ്കതയോട് കൂടിയിട്ട് എന്നുള്ള നിലയ്ക്കാണ് ദേവന്മാര് പറയുക സുധാരാജ്ഞാ പ്രവീയത. ഈ അമൃത് രാജാവിന് കൊടുക്കും. അദ്ദേഹത്തിനെയാണല്ലോ ഇപ്പൊ തക്ഷകൻ കടിച്ചു മരിക്കും എന്നുള്ള പ്രശ്നത്തിൽ ഇരിക്കുന്നത്. അപ്പൊ അമൃത് രാജാവിന് കൊടുത്തേക്കും, അദ്ദേഹം അത് കഴിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇത് കിട്ടിയാലും മതി എന്ന്. ഇപ്പൊ എന്തോ അമൃത് വലിയ സാധനമായിട്ടും ഭാഗവതം കുറച്ച് ചെറുതായിട്ടും എന്നുള്ള ഛായയില് പ്രഭാസിയാമോ വയം സർവേ ശ്രീമദ് ഭാഗവതാമൃതം, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങ് പറയുന്ന ഈ ഭാഗവതാമൃതത്തെ ഞങ്ങൾ കുടിച്ചോളാം, പരീക്ഷത്തിന് അമൃത് കൊടുത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കാനുള്ള വഴി നോക്കൂ എന്നുള്ളതിലേക്ക് ദേവന്മാര് സംസാരിക്കണം. അതിന് ശ്രീശുഖ ബ്രഹ്മർഷി ഇത് കേട്ടപ്പോ ഒന്ന് ചിന്തിച്ചു. ക്വസുധ, ഈ അമൃത് എവിടെ കിടക്കുന്നു? ക്വ കഥ, ഈ പറയാൻ പോകുന്നതായിട്ടുള്ള കഥകൾ എവിടെ കിടക്കുന്നു? ലോകേ ക്വ കാചഹ ക്വ മണിഹി മഹാൻ. കാചഹ എന്ന് പറഞ്ഞാൽ മിന്നുന്ന ഒന്ന്, തിളക്കമുള്ളൊരു വസ്തു. ഈ കാചം എവിടെ കിടക്കുന്നു? അതുപോലെ ദിവ്യമായിട്ടുള്ള രത്നം എവിടെ കിടക്കുന്നു? ഈ തിളങ്ങുന്നൊരു വസ്തുവും ദിവ്യമായിട്ടുള്ള രത്നവും കണ്ട വേഗം രസം തോന്നുക, അല്ലെങ്കിൽ ഇഷ്ടം തോന്നുക, മൂല്യം തോന്നുക ഒക്കെ തിളങ്ങുന്നത്. ഇപ്പൊ ഇനി രത്നം തന്നെ വയ്ക്കുക, ശരിക്കുള്ള രത്നമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോൺസും ഇഷ്ടം പോലെ ഉണ്ട്, ഒരു കുറവില്ലാണ്ടുണ്ട്. നല്ലതൊന്നല്ലേ ഉണ്ടാവുള്ളൂ, വേണ്ട അതല്ല, അതിന്റെ അനുകരണങ്ങൾ അനവധി ഉണ്ടാവും. പക്ഷെ ഒരു രത്നത്തിന്റെ മൂല്യം അറിയുന്ന ഒരാള്, അയാളുടെ കയ്യിലൊരു രത്നത്തിന്റെ കല്ല് കൊണ്ടു കൊടുത്താൽ തിളക്കൊന്നും ഇല്ലെങ്കിലും അയാൾ എനിക്ക് ഇത് മതി എന്ന് പറയും. കാരണം എന്താന്ന് ചോദിച്ചാൽ രത്നം തിളങ്ങണമെങ്കിൽ അതിന്റെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് മുറിച്ച് അതിന്റെ വക്കും മൂലയൊക്കെ കൃത്യമാക്കിയാലാണ് രത്നം ശരിക്ക് തിളങ്ങുക. ഇത് രത്നത്തിനെ കുറിച്ച് അറിയുന്നവനറിയാം, കണ്ടാൽ അത് വെറും ഒരു കല്ലൊക്കെ തന്നെയാണ്, വെറും കല്ല് തന്നെയാണ് രത്നം എന്ന് പറഞ്ഞ് നമ്മൾക്ക് കിട്ടുന്ന സാധനവും. പക്ഷെ അതിനെ വേണ്ട പോലെ, അതിനെയാണല്ലോ ഈ ഡയമണ്ട് കട്ടിങ് എന്ന് പറഞ്ഞാൽ കട്ടിങ്ങിന് കാശ് വാങ്ങുന്നതിന്റെ കാരണം അതാണ്. അതെങ്ങനെ അതിന്റെ മുക്കും മൂലയും ഓരോക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോ അതിനനുസരിച്ച് ആ രത്നം പുറത്തേക്ക് തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ മുറിച്ച് നേരെയാക്കാം എന്ന് പറയാവുന്ന രത്നത്തിനെ കുറിച്ച് അറിവുള്ളവൻ ഭംഗിയില്ലെങ്കിൽ ഇത് മതി എന്ന് പറയും. അതിനെക്കുറിച്ച് അറിവില്ലാത്തവൻ തിളക്കം കണ്ടിട്ട് മറ്റത് മതി എന്ന് പറയും. പക്ഷെ മൂല്യം തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട്. ഇനി ഇത്തിരിയുടെ എളുപ്പത്തിൽ പറഞ്ഞാൽ സ്വർണവും മുക്കുപണ്ടവും തമ്മിലുള്ള വ്യത്യാസം പോലെ, സ്വർണം എവിടെ കിടക്കണം, മുക്കുപണ്ടം എവിടെ കിടക്കണം, അതുപോലെയാണ് ദിവ്യമായിട്ടുള്ള രത്നവും തിളങ്ങുന്നതായിട്ടുള്ള ഒരു വസ്തുവും. അതേപോലെയാണ് ഭാഗവതം എന്നതായിട്ടുള്ള കഥകളും ഈ ദേവന്മാരെ കൊണ്ടുവന്നതായിട്ടുള്ള അമൃതം. ഭാഗവതം എന്നതുകൊണ്ട് പരീക്ഷത്തിനെ മരണത്തിൽ പെടാത്ത രീതിയിൽ എത്തേണ്ട അടുത്തേക്ക് എത്തിക്കാൻ പറ്റും. ദേവന്മാര് കൊടുത്തതായിട്ടുള്ള അമൃത് കൊണ്ട് ഒരു പക്ഷേ ഒരു അമൃതിന് ശക്തിയുള്ളത് കൊണ്ട് കുറച്ചു കാലം മരണമില്ലാതിരിക്കാം. പക്ഷേ ഇവിടെ ബ്രാഹ്മണ ശാപം കിട്ടിയിരിക്കുന്ന പരീക്ഷത്തിന് അമൃത് കൊണ്ടൊന്നും രക്ഷയുണ്ടാവില്ല. ബ്രാഹ്മണ ശാപമൊക്കെ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന സാധനമാണ്. പിന്നൊരു ഗുണം എന്താന്ന് ചോദിച്ചാൽ ഈ തക്ഷക ദംശനം സംഭവിക്കുന്നത് വരെയുള്ള സമയം അമൃത് കുടിച്ചാലുള്ള സുഖമൊക്കെ എന്താണോ അതൊക്കെ അങ്ങനെ അനുഭവിക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് തൊട്ട് പരീക്ഷത്തിന് വേണ്ടേ. ഇനി അമൃത് തന്നെ നശിക്കുന്നതാണ്, ദേവലോകവും നശിക്കുന്നതാണ്. അങ്ങനെയുള്ള നശിക്കുന്ന ഒരു വസ്തുവിനെ വെച്ചിട്ടാണ്
നാശമില്ലാത്തടത്തേക്ക് ഒരുവനെ എത്തിക്കാൻ പറ്റുന്നതായ ഭാഗവതത്തിനോട് മാറ്റക്കച്ചവടത്തിന് ഇവർ വന്നു നിൽക്കണത്. ഇത് ശ്രീശുഖൻ മനസ്സിലായി. ബ്രഹ്മരാതോ വിചാര്യൈവം, ശ്രീശുഖ ബ്രഹ്മർഷി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തഥാ ദേവാൻ ജഹാസഹ, ആ ദേവന്മാരെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു. ഒന്നും പറയാല്ലേ ഇവരോട്. ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം നേരം ഉണ്ടെങ്കിൽ 2 ശ്ലോകം വായിക്കാം. അല്ലാണ്ട് ഈ ഭാഗവതത്തിനോട് കച്ചവട മനോഭാവമായിട്ട് വരണവരോട് ഇപ്പൊ എന്താ പറയുക? ആ നേരം കളയണേക്കാളും ഭേദം തനിക്ക് ഇപ്പുറത്ത് വല്ലതും പറഞ്ഞു കൊടുക്കാമല്ലോ പരീക്ഷിതന്, അദ്ദേഹത്തിന് സമയമില്ലാണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അഭക്താൻ താൻ ച വിജ്ഞായ, അവരൊക്കെ ഭക്തിയില്ലാത്തവരാണ്. ഭാഗവതത്തിനോടുള്ള ഭക്തിയോട് കൂടിയിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ കച്ചവടത്തിന് വരില്ലല്ലോ. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് കഥ കേൾക്കുക എന്നല്ലേ വിചാരിക്കുക. ഇനി ഭാഗവതത്തിന്റെ മുമ്പിൽ വരുന്നവര് അതിനോടുള്ള ഭക്തി കൊണ്ട് അങ്ങോട്ട് കൊടുക്കണവരുണ്ട്. അപ്പൊ ഭഗവാന്റെ മുമ്പിൽ സപ്താഹത്തിന് വരുമ്പോഴും നിവേദ്യങ്ങളൊക്കെ കൊണ്ട് സമർപ്പിക്കുന്നവർ, അങ്ങനെ ഭഗവാന് വേണ്ടിയിട്ട് ഭാഗവതത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് കുറെ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ പകരം ഇങ്ങോട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ആരും വരാറില്ല. ഭാഗവതം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തോളണം എന്ന് എവിടെയും പറയുന്നില്ല. അപ്പോ കച്ചവടത്തിന് വന്നതായ ഈ മനോഭാവത്തോട് കൂടിയിട്ടുള്ള ഇവര് ഭക്തിയോട് കൂടിയിട്ട് വന്നതല്ല എന്ന് മനസ്സിലായപ്പോ നദദൗ സഹ കഥാമൃതം, സഹ കഥാമൃതം നദദൗ, കഥകളാകുന്ന ഭാഗവതം എന്ന അമൃതിനെ അവർക്ക് കൊടുത്തില്ല. അത് കിട്ടാറായിട്ടില്ല, അത്ര തന്നെ. ഇത് പറഞ്ഞിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തരുന്നത്. ശ്രീമദ് ഭാഗവതീ വാർത്ത സുരാണാമപി ദുർലഭ. ശ്രീമദ് ഭാഗവതീ വാർത്ത എന്ന് വെച്ചാൽ ഭാഗവതം എന്നതായുള്ള ഈ കഥാമൃതം അത് സുരാണാം അപി, ദേവന്മാർക്ക് പോലും ദുർലഭ, വളരെ ദുർലഭമായതാണ്. ആദ്യം പറഞ്ഞ ജന്മാന്തരേ ഭവേ പുണ്യം എന്നുള്ളതിന്റെ കണക്ഷനാണിത്. ദേവന്മാർക്ക് പോലും ദുർലഭം എന്ന് പറഞ്ഞതിന്റെ കാരണം ദേവന്മാരാരാന്നാണ് അപ്പൊ ചിന്തിക്കേണ്ടത്. അവർക്ക് പോലും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ. ദേവന്മാരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവർ പുണ്യം ചെയ്തിട്ട് സ്വർഗത്തിൽ കഴിയുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ 100 യാഗത്തിന്റെ പുണ്യം എക്സ്ട്രാ ഉള്ള ആളാണ് ദേവേന്ദ്രൻ. 100 യാഗത്തിന്റെ പുണ്യമാണ് ദേവേന്ദ്രനാവാൻ വേണ്ടതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്നർത്ഥം. അപ്പൊ ഈ പറഞ്ഞ സാധാരണ ദേവലോകത്തിൽ കഴിയാൻ വേണ്ടുന്ന പുണ്യവും 100 യാഗത്തിന്റെ പുണ്യം വേറെയും കൂടി ചെയ്തിട്ടുള്ള പല പല സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദേവേന്ദ്രൻ അടക്കമുള്ള ദേവന്മാർക്ക് പോലും ഭാഗവതം കിട്ടിയിട്ടില്ല എങ്കിൽ, അവർക്ക് പോലും ദുർലഭമാണ് ഭാഗവതം എങ്കിൽ ആലോചിച്ചോടെ എത്ര പുണ്യം ഉണ്ടെങ്കിലാണ് ഭാഗവതം കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് സമാധാനിക്കാനുള്ളതൊന്നും മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാരെക്കാളും നമ്മളൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൂടാ. അല്ലെങ്കിൽ നമ്മൾ ഭാഗവതം കിട്ടില്ല ഉറപ്പ്. അവർക്ക് പോലും കിട്ടാത്ത ഭാഗവതം നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പുണ്യം പ്ലസ് ഭഗവാന്റെ കാരുണ്യം. ആ പുണ്യം ചെയ്തു വെച്ച പുണ്യത്തിനെ നമ്മൾ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചില്ല. വേണ്ടാത്ത രീതിയിൽ എങ്ങനെ ഈ പുണ്യത്തിന് ഉപയോഗിക്കുക? പുണ്യം നമ്മളുടെ കയ്യിലൊന്നും അല്ലല്ലോ ഇരിക്കണേന്ന് ചോദിച്ചാൽ ഈ വേണ്ടാത്ത ചില ആഗ്രഹങ്ങൾ കയറി വരും. ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കും. സ്വൈരം കെട്ടാൽ ഭഗവാൻ നമ്മളുടെ ആഗ്രഹവും ഈ പുണ്യത്തിന്റെ അക്കൗണ്ടുമായിട്ട് നോക്കുമ്പോൾ കുഴപ്പമില്ല, അതിനുള്ളത് ഉണ്ട് എന്ന് കണ്ടാൽ പുണ്യത്തിന്റെ പോയിന്റ് കുറച്ച് ആഗ്രഹമായിട്ട് ഇവനോട് കൊടുക്കും. അതോട് കിട്ടിയാലുള്ള സമാധാനം കൂടി അങ്ങോട്ട് പോകും. പിന്നെ ഇനി എന്താ വേണ്ടതെന്ന് അറിയാണ്ടാവും. ഇങ്ങനെയാണ് ഈ ലോകത്തിലുള്ളവരെ നട്ടം തിരിയണം. അപ്പൊ ഈ ചെയ്തു വെച്ച പുണ്യത്തെ ദുരാഗ്രഹങ്ങളുടെ പേരില് ഭഗവാനോട് തന്നെ ചോദിച്ചരന്ന് വാങ്ങിയിട്ട് ദുഃഖം അനുഭവിക്കുന്നവരാണ് പലരും. അതൊന്നും ഇല്ലാതെ ആ മനസ്സിനെ വിടാത്ത വഴിക്ക് സഞ്ചരിക്കാൻ വിടാതെ ഭഗവാനിലേക്കുള്ള പ്രാർത്ഥനാദികളൊക്കെ ആയിട്ട് നമ്മളുടെ ജീവിതത്തിനെ നയിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഭാഗവതം കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്നതൊക്കെ പുണ്യമാക്കാൻ പാകത്തിനും ചെയ്തു വെച്ച പുണ്യം നശിക്കാതിരിക്കാൻ പാകത്തിനുമുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് ഭാഗവതത്തിന് നന്നായിട്ട് അറിയാം. നമ്മളെ എങ്ങനെയാ നേരെയാക്കണ്ടേ. നമ്മൾ നേരെയാവില്ല എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മളെ നേരെയാക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് ഭാഗവതത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഭാഗവതത്തിലേക്കുള്ള നമ്മളുടെ വരവ് അത് നേരെ ചൊവ്വയാക്കിയെടുക്കുക. അതിലേക്കുള്ളത് നമ്മളുടെ ശ്രദ്ധ, ഭക്തി, വിശ്വാസം, അർപ്പണബോധം, അതിനു വേണ്ടിയിട്ട് ഭാഗവതം നമ്മൾക്ക് സ്വന്തമാവണം വേണ്ട രീതിയിൽ എന്നുള്ള രീതിയിലുള്ള അതിലേക്കുള്ള പ്രയത്നം, പരിശീലനം, ഇതിനെയൊക്കെ 100% ആത്മാർത്ഥമാക്കിയാൽ പിന്നെ നമ്മളെ ഏതു വഴിക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഭാഗവതം നോക്കിക്കോളും. അതിനെയാണ് ഇന്നത്തെ ഈ ശ്ലോകങ്ങളിൽ നിന്ന്, ഇന്നിപ്പോ പഠിച്ച 10 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഭാഗങ്ങള് വായിച്ചു നോക്കാം. ഇനി വീണ്ടും അടുത്ത സന്ദർഭം മാറുകയാണ്. അടുത്ത ദിവസം ഭാഗവതത്തിന്റെ മഹത്വം ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും മനസ്സിലായ കഥയെ ആണ് പറഞ്ഞു കേൾപ്പിക്കുക. അതിന്റെ തുടർച്ചയായിട്ട് സൂതശമനക സംവാദം നമ്മൾ വീണ്ടും കേൾക്കും. ഇനി ഇന്നത്തെ ഭാഗം എങ്ങനെയാണ്
ഇതുവരെ കടന്നു വന്ന ഈ ശ്ലോകങ്ങൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, എവിടെ നിർത്തണം, എങ്ങനെയാണിത് മറക്കാതിരിക്കാൻ മാർക്ക് ചെയ്ത് വെക്കേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധയോട് കൂടിയിട്ട് പാരായണം ചെയ്യുന്ന കാര്യത്തിലേക്ക് അത് പറഞ്ഞു തരുമ്പോൾ ശ്രദ്ധിക്കുക. വേണ്ടടത്ത് മാത്രം മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ വായിക്കാനും ശ്രദ്ധിക്കുക. രാധേശ്യാം. രാധേശ്യാം. ഇതുവരെയുള്ള ശ്ലോകങ്ങളുടെ വാട്സാപ്പിൽ ഒരു വോയിസ് ക്ലിപ്പ് ആയിട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ശ്ലോകങ്ങളുടെ ഒരു പദപരിചയം വരുത്തുന്നതിനായിക്കൊണ്ട് അത് പരിപൂർണമായിട്ടും അധ്യായം മുഴുവനായിട്ടും പാരായണം ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. കാരണം ഓരോ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ ഓരോ അധ്യായങ്ങൾ വാട്സാപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ ഫോണിൽ സ്റ്റോറേജ് കുറയും, സ്പേസ് പോവും. അപ്പൊ പിന്നീട് അത് കളയേണ്ടതായിട്ട് വരും. അപ്പൊ ആദ്യം ചിലപ്പോൾ ഭാഗവതം കളയും. അത് കണ്ടുവച്ചിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിൽ നമുക്ക് സൗകര്യം പോലെ കേട്ട് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും അടുത്തൊരു 10-15 ശ്ലോകങ്ങളെങ്കിലും കേട്ട് പുസ്തകം നോക്കി, എൻ്റെ ഒരു രീതി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, വായിക്കരുത്, കൂടെ പുസ്തകം നോക്കി അതിനെ കേട്ട് മനസ്സിലാക്കി ഒരു പദപരിചയം വരുത്തി വെക്കാം. ഈ 2 ദിവസം ചെയ്തപ്പോൾ എൻ്റെ ഒരു സൗകര്യം മനസ്സിലായിണ്ടാവില്ല എല്ലാവർക്കും. അത് തന്നെയാണ് ഇനിയുള്ള ദിവസവും ചെയ്യാനുള്ളത്. ഓരോ അധ്യായത്തിലും അത് തന്നെയാണ് ചെയ്യാനുള്ളത്. സമ്പൂർണ്ണ പാരായണമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിടാം. അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ അതിലൂടെ എപ്പോഴൊക്കെ വേണോ അപ്പോഴൊക്കെ തുറന്നത് കേൾക്കുക. സമയമുള്ളപ്പോഴൊക്കെ പരമാവധി സമയം അത് കേട്ടിട്ട് ഇനി അടുത്ത ദിവസം പ്രാർത്ഥന സമർപ്പിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്രകാശരൂപനെ വണങ്ങണം. കൊഞ്ചിടുന്ന പിഞ്ചുപാനും ആ പദാർത്ഥം നൽകിടട്ടെ ഞാൻ. ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ, തേന ത്വദംഘ്രികമലേ രതിം മേ യച്ഛശ്വതീം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്രേകവാക്യതാ ഹരിസ്മരണം. ഹരി. രാധേശ്യാം 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 രാധേശ്യാം.